ബഹുമാന്യനായ COA സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, COAയുടെ സ്നേഹസമ്പൂർണരായ പ്രവർത്തകരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ 20 വർഷത്തിന് മേലെയായി വളരെ മാതൃകാപരമായ രീതിയിൽ ഒരു ജനകീയ മോഡലായി, ഒരു ബദൽ മോഡലായി കേരളത്തിൽ വികസിച്ചു വളർന്നു വന്ന, വളരെ വിജയകരമായി വികസിച്ചു വളർന്നു വന്ന കേബിൾ TV ഓപ്പറേറ്റ് അസോസിയേഷനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റേറ്റ്സ് കോൺഫറൻസിൻ്റെ പത്രക്കുറിപ്പ് നോക്കുമ്പോൾ കേരളത്തിൽ ഇതിനകം 30 ലക്ഷത്തോളം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുള്ള, എന്നുവെച്ചാൽ കേരളത്തിൻ്റെ മാർക്കറ്റ് ഷെയറിൽ 35% മാർക്കറ്റ് ഷെയറുള്ള ഒരു അസോസിയേഷനാണ് കേബിൾ TV ഓപ്പറേറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നതിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൻ്റെ COA എന്ന നിലയ്ക്ക് ഞങ്ങൾക്കും അഭിമാനമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഒരു ജനകീയ മോഡലാണ് മീഡിയ വണ്ണും. ഏകദേശം 67,000-ഓളം ഷെയർ ഹോൾഡേഴ്സുള്ള ഒരു ജനകീയ സ്ഥാപനമാണ് മീഡിയ വൺ. നിങ്ങൾക്കറിയാം, ഏതൊരു ജനകീയ സ്ഥാപനത്തിനോടും സർക്കാരിനുണ്ടാകുന്ന ചില തലോടലുകൾ മീഡിയ വണ്ണും അതിൻ്റെ ലൈസൻസിൻ്റെ റിന്യൂവലിൻ്റെ സമയത്ത് നേരിടേണ്ടി വന്നു. 2022 ജനുവരി 31 മീഡിയ വൺ 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ലൈസൻസ് റിന്യൂ റദ്ദാക്കപ്പെടുകയാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിൽ കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ അസോസിയേഷനുകളും പൊളിറ്റിക്കൽ പാർട്ടികളും, അതുപോലെ തന്നെ റിലീജിയസ് സംഘടനകളും സാംസ്കാരിക സംഘടനകളും, കേരളത്തിലെ COA പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ കേരള TV ഫെഡറേഷൻ, പൊതുജനങ്ങൾ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നതിൻ്റെ പേരിൽ കേരളത്തിലെയും അതുപോലെ തന്നെ നാഷണൽ മീഡിയകളും ഇവരെല്ലാവരും ഒരുമിച്ച് 15 മാസത്തോളം സുപ്രീം കോടതിയിൽ നീതിക്ക് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ കഴിഞ്ഞ ഏപ്രിൽ 5 മീഡിയ വൺ അടുത്ത 10 വർഷത്തേക്ക് കൂടി ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടി. ഈ സന്ദർഭത്തിൽ, ഞങ്ങളുടെ ഏറ്റവും ചാലഞ്ചിങ് ആയ സന്ദർഭത്തിൽ COA പോലുള്ള, പ്രത്യേകിച്ച് COA അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മീഡിയ വൺ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ വളരെയധികം അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അതുകൂടി ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. COAയുടെ ഈ സമ്മേളനം നടക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ടെക്നോളജി കോൺഫറൻസ് കോഴിക്കോട് നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, KTX, കേരള ടെക്നോളജി എക്സിബിഷൻ. അത് മറ്റൊരു മാതൃകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കോഴിക്കോട്ടെ 7ഓളം അസോസിയേഷനുകൾ, ഒരു പക്ഷേ ജനകീയ അസോസിയേഷനുകൾ എന്ന് പറയാവുന്ന, ഇതിന് തുല്യമായ അസോസിയേഷനുകൾ, അതിൽ ക്രെഡായി ഉണ്ട്, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്, ചേംബർ ഓഫ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, കേരള സ്റ്റേറ്റിൻ്റെ ITI അസോസിയേഷൻ ഉണ്ട്, NIT ഉണ്ട്, IIM ഉണ്ട്. അതുപോലെ 7ഓളം അസോസിയേഷനുകൾ ചേർന്നുകൊണ്ട് കോഴിക്കോടിനെ ഒരു Tier 2 IT ഹബ്ബാക്കി മാറ്റുവാനുള്ള ഒരു പരിശ്രമമാണ്. ബഹുമാന്യനായ മന്ത്രി ശ്രീ റിയാസാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെയുള്ള അസോസിയേഷനുകളുടെ ഒരു കൊളാബറേറ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒരു ക്രിയേഷനാണ് ഇനിയുള്ള കാലത്ത് നാം മുന്നോട്ട് പോകുമ്പോൾ ജനകീയ മോഡലാണെങ്കിൽ കൂടി കൂടുതൽ വിജയിക്കുവാനുള്ള സാധ്യത. നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ആ ടെക്നോളജിയിൽ തന്നെ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഒരു മോഡറേറ്റർ കൂടിയായിരുന്നു. അതിൻ്റെ ഒരു വിഷയം ഞങ്ങൾ ചെയ്ത മോഡറേറ്ററിൻ്റെ സബ്ജക്റ്റ് എന്തായിരുന്നു വെച്ചാൽ, ഫ്യൂച്ചർ ഓഫ് ദ ഫാക്ടറി, എംബ്രേസിങ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ റെവല്യൂഷൻ 4.0 എന്നുള്ളത്. നമ്മുടെ ഇൻഡസ്ട്രിയിലും, മീഡിയ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡസ്ട്രിയിലും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ കാതലായ ചേഞ്ചുകളാണ്, ഡ്രാസ്റ്റിക്കായ ചേഞ്ചുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, MIB മിനിസ്റ്റർ IIT ഖരഗ്പൂറുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് സാറ്റലൈറ്റ് സിഗ്നലിൽ നിന്ന് നേരിട്ട് നമ്മുടെ ഓരോ മൊബൈൽ ഫോണിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളില്ലാതെ തന്നെ ചാനലുകൾ വളരെ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞ 1 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ധാരാളം വെല്ലുവിളികളാണ് നാം പ്രതീക്ഷിക്കാതെ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ആയിക്കൊള്ളണം എന്നില്ല, മറിച്ച് വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇൻഡസ്ട്രിയിൽ നിന്ന് പോലെ കോമ്പറ്റീഷൻ വരാം. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എയർലൈൻ ഫീൽഡിൽ 2 ബോയിങ്ങും എയർബസും മാത്രമാണ് മൊണോപ്പൊളി ആയിട്ടുള്ളത്. പക്ഷെ അവർ പോലും R&Dയിൽ കോസ്റ്റ് കുറക്കുന്നതിനും കൂടുതൽ വിജയ സാധ്യതകൾക്കും വേണ്ടി അവർ കൊളാബറേറ്റ് ചെയ്യുകയാണ്. മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റും ഗൂഗിളും അവർ ഈക്വലി കോമ്പീറ്റ് ചെയ്യുകയാണ്. പരസ്പരം കട്ട് ഔട്ട് കോമ്പറ്റീഷനാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ അവർ R&Dയിലും പരസ്പരം സഹകരിക്കുന്ന മേഖലകളിലും സഹകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മുന്നോട്ട് പോകുമ്പോൾ കൊളാബറേഷൻ്റെയും ക്രിയേഷൻ്റെയും ഒരു മോഡലുകളാണ് ഉള്ളത്. ഈ അവസരത്തിൽ എനിക്ക് COAയുടെ ലീഡർഷിപ്പിനോടും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്,
COA പോലുള്ള അസോസിയേഷനും അതുപോലെ തന്നെ KSITI, KTF, കേരള TV ഫെഡറേഷൻ, കേരള TV ഫെഡറേഷൻ്റെ ഒരു സജീവ മെമ്പർ കൂടി ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മീറ്റിങ്ങുകൾ ഇതുപോലെയുള്ള ഒരു കൊളാബറേഷനെയും ക്രിയേഷനെയും COA പോലുള്ള സംഘടനകളെ കൂടെ നിർത്തിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പുതിയ മോഡലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുവാൻ പറ്റുമോ എന്നുള്ള വളരെ കൺസ്ട്രക്റ്റീവായ ക്രിയേറ്റീവായ തോട്ട്സുകളും ബ്രെയിൻ സ്റ്റോമിങ്ങുകളും ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ളത് KTF-ഉം അതുപോലെ തന്നെ COA-യും ഇപ്പോൾ TCLL കൂടി എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. പ്ലസ് കേരള സ്റ്റേറ്റ് IT അസോസിയേഷൻ, അത് KSITIയുടെ ഹെഡായ ഡോക്ടർ സന്തോഷ് ബാബു IAS-ഉം ഇന്നലെ ഉണ്ടായിരുന്നു. ഫോൺ അടക്കമുള്ള ബ്രോഡ്ബാൻഡിൻ്റെ എല്ലാ സാധ്യതകളും ഒരുപക്ഷെ COA-യുമായി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ മുക്കും മൂലകളിലും എല്ലാ റൂറൽ ഏരിയകളിലേക്കും പെനിട്രേറ്റ് ചെയ്യാൻ വളരെ ഈസിലി കഴിയുകയും മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ട് ഈസിലി കൊളാബറേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ എന്ന നിലക്ക് മീഡിയ വണ്ടെ എല്ലാവിധ പിന്തുണകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.